സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടക്കുന്നതിനെ കുറിച്ചുള്ള വിവാദങ്ങൾ ഇങ്ങനെ പലതും വന്നുകൊണ്ടിരിക്കുമ്പോൾ BJP സംഘപരിവാറുകളുടെ ന്യായീകരണം, അതേപോലെ ഗുരുവായൂർ ദേവസ്വം അധികാരികളുടെ ന്യായീകരണം ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. എന്താ സംഘി BJP ന്യായീകരണം? ഗുരുവായൂരിൽ ഒരു ദിവസം 100-ലധികം വിവാഹങ്ങളൊക്കെ നടക്കുന്ന ദിവസങ്ങളുണ്ട്. അവിടെ പ്രത്യേകിച്ച് മുഹൂർത്തമൊന്നുമില്ല വിവാഹത്തിന്. അത് പല മുഹൂർത്തങ്ങൾ പലതായിട്ട് ഇങ്ങനെ നടത്തും. അത് വലിയ കാര്യമൊന്നുമല്ല. എത്ര ലാഘവത്തോടെയാണ് ഈ പറയുന്നത്? എന്നാൽ ചോദിക്കട്ടെ, സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് എന്താ പിന്നെ പ്രത്യേക മുഹൂർത്തം? പ്രധാനമന്ത്രി വരുന്ന ആ ചടങ്ങ് എന്തേ മറ്റു വിവാഹങ്ങൾക്ക് അത് ബാധകമല്ലേ? മറ്റു വിവാഹങ്ങൾ എന്താ രണ്ടാം തരമാണോ? രണ്ടാം തരം പൗരന്മാരുടെ മക്കളുടെ വിവാഹമാണോ നടക്കുന്നത്? എന്ത് ന്യായീകരണമാണോ സംഘികളെ നിങ്ങൾ ഈ പറയുന്നത്? കേൾക്കുന്ന സാമാന്യ മനുഷ്യനും മനസ്സിലാവേണ്ടത് നിങ്ങൾ പറയുന്ന വാദം, ന്യായീകരണം, അതിലെന്തെങ്കിലും സത്യത്തിൻ്റെ അംശമുണ്ടോ? അത് വിലയിരുത്തി നോക്കുക. ഇനി മറുവശത്ത് ദേവസ്വം അധികാരികൾ പറഞ്ഞത് അതിനേക്കാൾ വലിയ കോമാളിത്തരമാണ്. ആ വാക്ക് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. അതായത് കോമാളിത്തരം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 12 മാറ്റിവെക്കുമെന്ന് പറഞ്ഞ 12 വിവാഹം ഉൾപ്പെടെ രാവിലെ 9-നും രാവിലെ 5 മണിക്കും 9 മണിക്കും ഇടയിൽ 48 വിവാഹങ്ങൾ നടക്കണം. അതിനൊക്കെ ദേവസ്വം അധികാരികൾ പറഞ്ഞ ന്യായീകരണം, വിവാഹമൊന്നും നാളത്തേക്ക് മാറ്റി വെക്കുന്നില്ല, മറ്റു ദിവസത്തേക്ക് മാറ്റി വെക്കുന്നില്ല, ഞങ്ങൾ അതിൻ്റെ സമയം ഒന്ന് പുനഃക്രമീകരിച്ചു. എത്ര ലാഘവത്തോടെ പറയുന്നത്! ബന്ധുക്കൾ കൂടിയിരുന്ന് ജ്യോത്സ്യം നിശ്ചയിച്ച, വിശ്വാസപ്രകാരം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ബുക്ക് ചെയ്ത വിവാഹം, അതിന് മുഹൂർത്തമുണ്ട്. അത് സമയം ഞങ്ങളൊന്ന് പുനഃക്രമീകരിച്ചു അത്രേ. നാളത്തേക്കൊന്നും അടുത്ത ദിവസത്തേക്കൊന്നും മാറ്റി വെച്ചിട്ടില്ല. എന്തോ തിളങ്ങിയ തേങ്ങയായി ഈ പറയുന്നത്. എന്ത് മാങ്ങാത്തൊലിയായി പറയുന്നത്? കേൾക്കുന്നവർക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റണ്ടേ അതിൻ്റെ ന്യായം? ഒരു വിവാഹത്തിൻ്റെ മുഹൂർത്തം ഒരു 5-10 മിനിറ്റ് അല്ലെ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ മാറ്റി വെച്ചാലും ആ വിവാഹം വെച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നാളത്തേക്ക് മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കരുത്. അതൊരു ന്യായീകരണമല്ല. രാവിലെ 9 മണിക്ക് നടക്കേണ്ട വിവാഹം അത് ഉച്ച കഴിഞ്ഞ് നടത്താൻ മാറ്റിയെങ്കിൽ അത് ആ വിവാഹം മാറ്റി വച്ചു എന്ന് തന്നെയാണ് അർത്ഥം. അർത്ഥം ഗുരുവായൂർ ദേവസ്വം അധികാരികളോട് ഞങ്ങൾ പറയുകയാണ്, ഇത്തരം വാദങ്ങളുമായി മുന്നോട്ട് വരരുത് ദയവേത്. നിങ്ങളുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഇത് പറയുകയാണെന്ന് ഞങ്ങൾക്കറിയാം. ഇനി ഇതിനേർപ്പെടുത്തിയ നിയന്ത്രണം, ഒരു വിവാഹത്തിന് സദ്യ വേണ്ടേ? ആ സമയത്ത് അതിനോട് അനുബന്ധിച്ച് വഴിപാടുകൾ നടത്തണ്ടേ വധൂവരന്മാർക്കും ബന്ധുക്കൾക്കും? ഇതിനെല്ലാം നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സദ്യ ഉടനെ അവിടെ നടത്താൻ പാടില്ല, പിന്നെ പൂജകൾ നടത്താൻ പാടില്ല, വരനും വധുവിനും പോയി ക്ഷേത്ര ദർശനം നടത്താൻ പാടില്ല. വിവാഹത്തിന് കോവിഡ് കാലത്തെ നാടിപ്പിക്കുന്ന രീതിയിൽ 20 പേരെ പങ്കെടുക്കാൻ പാടുള്ളൂ ചടങ്ങിൽ. കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ്, ഒരു വിവാഹം നടത്തണമെങ്കിൽ 25 പേരെ പങ്കെടുക്കാൻ പറ്റൂ. 2 ഭാഗത്തു നിന്നും, വധൂവരന്മാരുടെ ഭാഗത്തു നിന്നും. അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞിട്ട് അവരുടെ പോലീസ് സ്റ്റേഷന്റെ അനുമതി വാങ്ങിയിരിക്കണം. അതിനേക്കാൾ അപ്പുറമായി അതിനെക്കൂടെ നാണിപ്പിക്കുന്ന, കോവിഡ് കാലത്തെ കൂടെ നാണിപ്പിക്കുന്ന നിയന്ത്രണം 20 പേരെ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ആ 20 പേര് വധൂവരൻ ഉൾപ്പെടെ SP-യുടെ, പോലീസ് സൂപ്രണ്ടിന്റെ ഒപ്പിട്ട ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുമായിട്ടേ വിവാഹത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ, വധൂവരന്മാർ ഉൾപ്പെടെ. ഇതെന്താണിത്? ഒരു അധികാരി, ഒരു VVIP, അത് ആരാവട്ടെ, പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ആരാവട്ടെ, ഒരു വിവാഹത്തിന് മാത്രം പങ്കെടുക്കാൻ വരുമ്പോൾ മറ്റു വിവാഹങ്ങളെല്ലാം അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുക, അവരെ രണ്ടാം തരം ആൾക്കാരായിട്ട് കാണുക, ഇത് സാമൂഹ്യ നീതിയാണോ? ഇത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങളാണോ? നമ്മൾ ആലോചിച്ച് നോക്കുക. ഇത്രയും കടുത്ത നിയന്ത്രണങ്ങളിലാണ് വിവാഹങ്ങൾ അവിടെ നടക്കാൻ പോകുന്നത്. ഈ ദിവസം, ഈ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്ന ദിവസം മറ്റുള്ളവരെ നിങ്ങൾ വേദനിപ്പിച്ചില്ലേ? ദേവസ്വം അധികാരികളോട് ചോദിക്കുക.
മറ്റ് വിവാഹങ്ങൾ ബുക്ക് ചെയ്ത ഈ 48 വിവാഹങ്ങൾ ബുക്ക് ചെയ്ത അവരെയൊക്കെ, ആ ബന്ധുക്കളെയും സ്വന്തക്കാരെയും വീട്ടുകാരെയും ഒക്കെ നിങ്ങൾ അവഹേളിക്കുകയല്ലേ ദേവസ്വം അധികാരികൾ? ഇതിന് ന്യായീകരണം കണ്ടെത്തുന്ന സംഘപരിവാറും BJPയും ഇവിടുത്തെ ഈ ബന്ധുക്കളെ, സ്വന്തക്കാരെ, ഈ ജനങ്ങളെ അവഹേളിക്കുകയല്ലേ? ഇതിനെല്ലാം പരിഹാരമായിട്ട് ഇനി ഒരു സംഭവം വരാൻ പോകുന്നുണ്ട്. ഞങ്ങളുടെ ഒരു വിലയിരുത്തലാണ്. അതായത് മകളുടെ വിവാഹമെല്ലാം കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി മറ്റൊരു റോഡ് ഷോ അവിടെ നടത്തും. ഈ ഗുരുവായൂർ ഈ ദിവസം വിവാഹം ബുക്ക് ചെയ്തവരുടെ എല്ലാം വീട്ടിൽ പിന്നൊന്ന് പോയിട്ട്, നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഞാൻ ഖേദിക്കുന്നു, ഒരിക്കലും അങ്ങനെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരരുതായിരുന്നു, പക്ഷേ പ്രധാനമന്ത്രി വന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ പോയി, അതുകൊണ്ട് ക്ഷമിക്കണം, ഖേദിക്കുന്നു എന്ന് പറഞ്ഞൊരു റോഡ് ഷോ സുരേഷ് ഗോപി നടത്താൻ സാധ്യതയുണ്ട്. കാരണം തൃശ്ശൂർ ലോക്സഭയിലെ BJP സ്ഥാനാർത്ഥിയല്ലേ. ഇതെല്ലാം ഒരു രാഷ്ട്രീയ കളി കൂടിയാക്കി മാറ്റാനാണല്ലോ വിവാഹം കൊണ്ട് ഗുരുവായൂർ വെച്ചതും പ്രധാനമന്ത്രി വരുന്നതും. ഇനി ഒരു റോഡ് ഷോ, ഖേദപ്രകടനത്തിൻ്റെ ഒരു റോഡ് ഷോയുടെ സുരേഷ് ഗോപി നടത്തി കഴിയുമ്പോൾ എല്ലാവർക്കും തൃപ്തിയാവും. പക്ഷേ കാണിച്ച മര്യാദകേട് ജനങ്ങളുടെ മനസ്സിലുണ്ടാവും, തൃശ്ശൂരിലെ ജനങ്ങളുടെ ഈ മനസ്സിലുണ്ടാവും. പ്രത്യേകിച്ചും ജനങ്ങൾ ഇതൊന്നും മറന്നുപോയില്ല. ജനങ്ങളെ കോമാളിയാക്കരുത്, അവരെ വിഡ്ഢികളാക്കാൻ നോക്കരുത്. ഈ ബന്ധുക്കളെ, ഇത്രയും കല്യാണങ്ങൾ, വിവാഹങ്ങൾ അവിടെ നടക്കേണ്ടിയിരുന്ന ആ ദിവസത്തെ ആ വിവാഹത്തിൻ്റെ ആൾക്കാരെ, ബന്ധുക്കളെ, സ്വന്തക്കാരെ, ജനങ്ങളെയൊക്കെ നിങ്ങൾ പരിഹസിച്ച് വിട്ടിരിക്കുകയാണ്. നിങ്ങൾ അവരെയൊക്കെ കോമാളികളാക്കാൻ നോക്കുകയാണ്. അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കുക.